പേഴ്സണാലിറ്റി ഡിസോർഡർ ICD-9 അബ്നോർമൽ പേഴ്സണാലിറ്റിൻ്റെ ഡെഫിനേഷനാണ് ഡീപ്ലി ഇൻഗ്രൈൻഡ് മാലഡപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ റെക്കഗ്നൈസബിൾ ബൈ ദി ടൈം ഓഫ് അഡോളസൻസ് ഓർ ഏർലിയർ ആൻഡ് കണ്ടിന്യൂയിങ് ത്രൂ മോസ്റ്റ് ഓഫ് ദി അഡൽട്ട് ലൈഫ്. ബിക്കോസ് ഓഫ് ദീസ് ദി പേഷ്യൻ സഫേഴ്സ് ഓർ അതർ ഹാവ് ടു സഫർ ആൻഡ് ദർ ഈസ് എൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദി ഇൻഡിവിജ്വൽ ഓർ ഓൺ ദി സൊസൈറ്റി. അതായത് അഡോളസൻസിലോ അതിനു മുമ്പോ തിരിച്ചറിയാൻ പറ്റുന്ന മാലഡപ്റ്റീവ് ബിഹേവിയറൽ പാറ്റേൺ ആണ്. ഇത് അഡൾട്ട് ലൈഫിലൂടെ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ പേഷ്യൻ്റ് അനുഭവിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ അനുഭവിക്കും. പിന്നെ സൊസൈറ്റിക്കും ഇൻഡിവിജ്വൽസിനും ഒരു അഡ്വേഴ്സ് എഫക്റ്റും കൂടി ഉണ്ടാക്കും. പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇനി. PS ടെ ഹാർഡ് 7 ലെറ്റേഴ്സ്. P ഫോർ പാരനോയിഡ്, S ഫോർ ഷീസോയിഡ്, D ഫോർ ഡിസോഷ്യൽ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ, E ഫോർ ഇമോഷണലി അൺസ്റ്റേബിൾ, H ഫോർ ഹിസ്ട്രിയോണിക്, A ഫോർ എനൻകാസ്റ്റിക്, അടുത്ത A ഫോർ ആൻഷ്യസ് പേഴ്സണാലിറ്റി ഡിസോർഡർ, D ഫോർ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇപ്പോൾ നമ്മൾ നോക്കിയത് ICD ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി DSM-5 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ 3 ക്ലസ്റ്റേഴ്സ് ആണ്. ക്ലസ്റ്റർ A, ക്ലസ്റ്റർ B, ക്ലസ്റ്റർ C. ക്ലസ്റ്റർ എയിൽ പാരനോയിഡ്, ഷീസോയിഡ്, ഷീസോടൈപ്പൽ. ക്ലസ്റ്റർ ബിയിൽ ആൻറ്റി സോഷ്യൽ, ഹിസ്ട്രിയോണിക്, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ക്ലസ്റ്റർ സിയിൽ അവോയ്ഡൻറ്റ്, ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. എത്തിയോളജി എക്സാക്ട് കോസ് അൺനോൺ ആണ്. പിന്നെ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഇതിന് കാരണമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ജനറ്റിക് ഫാക്ടറാണ്, ജനറ്റിക് പ്രീഡിസ്പോസിഷൻ. പിന്നെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അബ്യൂസ്, നെഗ്ലക്റ്റ്, സെപ്പറേഷൻ പോലുള്ള സാധനങ്ങൾ. സൈക്കോഡൈനാമിക് തിയറി പ്രകാരം ഈഗോയുടെയും സൂപ്പർ ഈഗോയുടെയും ഡെഫിഷ്യൻസി പേഴ്സണാലിറ്റി ഡിസോർഡറിന് കാരണമാകുന്നുണ്ട്. ഈ ഒരു ഡെഫിഷ്യൻസിക്ക് കാരണം മദർ ചൈൽഡ് റിലേഷൻഷിപ്പാണ്. ഇതിലുള്ള അൺറെസ്പോൺസീവ്നെസ്, ഓവർ പ്രൊട്ടക്റ്റീവ്നെസ്, ഏർലി സെപ്പറേഷൻ ഒക്കെ. ഇനി മറ്റ് കാരണങ്ങൾ മെറ്റേണൽ ഡിപ്രിവേഷൻ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്ക് കാരണം ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസ് ഇൻ ചൈൽഡ്ഹുഡ് ആണ്. ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റിക്ക് കാരണം യൂസ് ഓഫ് റിപ്രഷൻ ആസ് മെക്കാനിസം ഓഫ് ഡിഫെൻസീവ് മെക്കാനിസം ആയിട്ട് റിപ്രഷൻ ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റിക്ക് കാരണം ഫിക്സേഷൻ ഇൻ ദി ഓൾ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് കാരണം ലാക്ക് ഓഫ് ട്രസ്റ്റ് ആണ്, വിശ്വാസമില്ലാത്തൊരവസ്ഥ. ഇതിന് കാരണം ലാക്ക് ഓഫ് പാരൻഷ്യൽ അഫെക്ഷൻ ഇൻ ചൈൽഡ്ഹുഡ് ആൻഡ് റിജക്ഷൻ ബൈ ദി പാരൻസ് ആണ്. ഈ കാര്യങ്ങൾ കുട്ടികളിൽ ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് DSM-5 പ്രകാരം എല്ലാതരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനും 4 കോർ ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഡിസ്റ്റോർട്ടഡ് തിങ്കിങ് പാറ്റേൺ, പ്രോബ്ലമാറ്റിക് ഇമോഷണൽ റെസ്പോൺസ്, ഓവർ അണ്ടർ റെഗുലേറ്റഡ് ഇമ്പൾസ് കൺട്രോൾ, ഇന്റർപേഴ്സണൽ ഡിഫിക്കൽട്ടീസ്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് സസ്പീഷ്യസ്, സംശയത്തോടെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, മിസ്ട്രസ്ഫുൾ ആയിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കും, പിന്നെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും, ആർഗ്യുമെൻറ്റേറ്റീവ് എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, സ്റ്റബ്ബോണ്, സെൽഫ് ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും, ജലസി ഉണ്ടാകും, ഇറിറ്റബിൾ ആയിരിക്കും ഇവർ. പിന്നെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് തർക്കിക്കും, ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ആ കാര്യങ്ങളൊക്കെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് യോജിക്കാത്തതായിരിക്കും. ഇനി ഷീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവർക്ക് എപ്പോഴും ലോൺലിനെസ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, ഏകയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇവർക്ക് അധികം ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവത്തില്ല. ഇവരെല്ലാവരുടെ അടുത്തു നിന്ന് ഒരു സൊസൈറ്റിയിൽ നിന്നൊക്കെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഈവൻ ഫ്രം ഫാമിലീസ് കുടുംബത്തിനോട് പോലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇവർ നടക്കത്തുള്ളൂ. ഇവർക്ക് ക്രിറ്റിസിസോ അല്ലെങ്കിൽ ഇവരെ പുകഴ്ത്തുന്നതോ താഴ്ത്തുന്നതോ കുറ്റം പറയുന്നതോ ഒന്നും ഏൽക്കത്തില്ല. ഇവർക്ക് അതൊന്നും നോ മാറ്റേഴ്സാണ്. ഇനി ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഇമോഷണലി കോൾഡ്, ഒരു തണുപ്പൻ മട്ട്, അലൂഫ്, എല്ലാത്തുനിന്നും അകൽച്ച പാലിച്ച് നടക്കുന്നത്, ഡിറ്റാച്ച്ഡ് സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്നത്, ഹ്യൂമർലെസ്, വലിയ തമാശയോ ഒന്നും ഉണ്ടാവത്തില്ല, ഇൻട്രോസ്പെക്റ്റീവ്, അന്തർമുഖം എന്നൊക്കെ പറയും. പിന്നെ ക്ലോസ് റിലേഷൻഷിപ്സിനോട് താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല, അതിലൊരു എൻജോയ്മെൻ്റ് ഒന്നും അവർ കണ്ടെത്തത്തില്ല. ഇനബിലിറ്റി ടു എക്സ്പീരിയൻസ് പ്ലഷർ, സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട്, ആഹ്ലാദം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്തൊരവസ്ഥ, ആൻഹെഡോണിയ എന്നൊക്കെ വിളിക്കാം. അടുത്തത് ഷീസോടൈപ്പൽ ഡിസോർഡേഴ്സ് ആണ്. ഇതിൽ വരുന്നതാണ് ഇൻഅപ്രോപ്രിയേറ്റ് എഫക്റ്റ്, അതായത് ആ ഒരു സിറ്റുവേഷനെ അനുസരിക്കാത്ത അല്ലെങ്കിൽ അനുയോജ്യമായ എഫക്റ്റ് അല്ലെങ്കിൽ ഇമോഷണൽ എക്സ്പ്രഷൻ. അടുത്തത് ഓഡ് ബിലീഫ് ഓർ മാജിക്കൽ തിങ്കിങ് ഒക്കെ ഉണ്ടാകും. സോഷ്യൽ വിഡ്രോവൽ, അതായത് സോഷ്യൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ വിഡ്രോ ചെയ്തിരിക്കും. ഓഡ് എക്സെൻട്രിക് പെക്യുലർ ബിഹേവിയർ, ഓഡായിട്ടുള്ള ബിഹേവിയർ, എക്സെൻട്രിക് ആയിട്ടുള്ളത്. പിന്നെ ലാക്ക് ഓഫ് ക്ലോസ് റിലേഷൻഷിപ്സ് ഉണ്ടാവത്തില്ല. സോഷ്യൽ ഐസൊലേഷൻ, സൊസൈറ്റിയിൽ നിന്ന് ഒറ്റപ്പെട്ടെടുക്കും, കാരണം സോഷ്യൽ ആക്ടിവിറ്റീസിന് വിഡ്രോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ നോട്ട് ഫിറ്റിംഗ് ഈസിലി വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുടെ കൂടെ ഒന്ന് കൂടാനോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പിന്നെ ഓഡ് സ്പീച്ചും ഒബ്സഷനും. അടുത്തത് ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ ഡിസോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. പേര് പോലെ തന്നെ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ കാണിക്കും. ആൻറ്റി സോഷ്യൽ അഗൈൻസ്റ്റ് ദി സൊസൈറ്റിയുടെ നോംസ് അല്ലെങ്കിൽ റൈറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യില്ല, വയലേറ്റ് ചെയ്യും ഇവരൊക്കെ. പിന്നെ ഇതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഇവർക്കൊരു പേഴ്സണൽ അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനോ ഒരു റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനോ പറ്റത്തില്ല. വയലൻസ് ആണ് ഇവരുടെ മെയിൻ.
പിന്നെ ഇവർക്ക് ഗിൽട്ട് ഉണ്ടാവത്തില്ല, ഇവർ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല, ഇവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, പിന്നെ ഇമ്പൾസീവ് ബിഹേവിയർ ആയിരിക്കും, മറ്റുള്ളവരുടെ സേഫ്റ്റിനെ പറ്റിയിട്ടോ സ്വന്തം സേഫ്റ്റിനെ പറ്റിയിട്ടോ ബോധവാന്മാരായിരിക്കില്ല, മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ഉണ്ടാവും ഇവർക്ക്. ഓക്കെ, ഇനി അടുത്തത് നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഓഫ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഇതിൽ വരുന്നത് പേഷ്യൻ്റെ അടുത്ത് ഒരു ആക്സെപ്റ്റിംഗ് ആയിട്ടുള്ള കാമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുക, ഹോണസ്റ്റ് വിത്ത് ദി പേഷ്യൻറ്റ്, കീപ് ഓൾ പ്രോമിസസ്, പിന്നെ പേഷ്യൻറ്റിന് ട്രാങ്കുലൈസേഴ്സ് അത്യാവശ്യമാണെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുക, മെക്കാനിക്കൽ റെസിസ്റ്റൻസ് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം, എൻവയോൺമെൻറ്റൽ സ്റ്റിമുലെ ലോ ആക്കി വെക്കുക, പേഷ്യനോട് പണ്ടത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പേഷ്യൻ്റെ പണ്ടത്തെ ബിഹേവിയർ പേഷ്യൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ഒരു ലിമിറ്റ് വിട്ട് പെരുമാറുകയാണെങ്കിൽ കോൺസിക്വൻസിനെ പറ്റിയിട്ട് പേഷ്യൻറ്റുമായിട്ട് ചർച്ച ചെയ്യുക, പിന്നെ പേഷ്യൻ്റെ കൂടെ ഈ ഫ്രസ്ട്രേഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക. അടുത്തത് ഹിസ്ട്രിയോണിക് ആണ്. ഹിസ് നോമിച്ച് അതായത് അവൻ്റെ സ്വന്തമായിട്ടുള്ളതെന്നൊക്കെ. അപ്പോഴെന്താ സംഭവം എന്ന് ഇപ്പോഴും നോക്കുമ്പോൾ മനസ്സിലാകും. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകത അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണ്, അവനിലേക്ക് ഒരു അറ്റൻഷൻ, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. പിന്നെ എപ്പോഴും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ വേണ്ടി ആഗ്രഹം. പക്ഷേ ഹിസ്സാണെങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകളിലാണ്. ഹെറാണോ വേണ്ടതല്ലേ എപ്പോഴും. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. പിന്നെ ഡ്രമാറ്റിക് ഇമോഷണാലിറ്റി കാണിക്കും, അതായത് ഭയങ്കര ഇമോഷണൽ ബ്ലാക്ക് മെയിൽ അല്ലെങ്കിൽ സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കര ആംഗ്രി സീൻസ് ഒക്കെ കാണിക്കും. പിന്നെ ക്രേവിങ് ഫോർ എക്സൈറ്റ്മെൻറ്റ്, അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഉണ്ടാവും. പിന്നെ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്സിന് ഭയങ്കര കൺസേൺ കൊടുക്കും, എക്സാജുറേറ്റഡ് സ്പീച്ച് ഭയങ്കര പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട്. പിന്നെ സെൽഫ് ഡ്രാമറ്റൈസേഷൻ, ഇമ്പൾസിവിറ്റി, സജസ്റ്റബിലിറ്റി, ഈഗോ സെൻട്രിസിറ്റി ഉണ്ടാകും. പിന്നെ മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്ത വളരെ കുറവായിരിക്കും. ഇനി നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഇതിൽ ഹിറ്റ്ലറിനെ ആലോചിച്ചാൽ മതി, നാർസിസം, അത് തന്നെയാണ് പേര് വരാൻ കാണുമെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ ഭയങ്കരമായിട്ട് സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും, മറ്റുള്ളവരോടൊരു എമ്പതി ഒന്നും ഉണ്ടാവത്തില്ല. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ ആലോചിച്ചാൽ പിന്നെ എമ്പതി പോയിട്ട് സിമ്പതി പോലും ഉണ്ടാവത്തില്ല, എസ് പോലും അവിടെ കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ആൾക്കാർ, ഈ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ മറ്റുള്ളവരുടെ ഉപയോഗപ്പെടുത്തും, മറ്റുള്ളവരെ മുതലെടുക്കും, എന്നിട്ട് അവരുടെ ഫീലിംഗ് പോലെ ഒരു കൺസേണും ഇല്ലാതെ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്, ഭയങ്കരമായിട്ട് സെൽഫ് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. പിന്നെ അറ്റൻഷൻ സീക്കിങ് ഉണ്ടാവും, അതായത് ഹിറ്റ്ലറിന് നല്ലോണം അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടല്ലോ, അങ്ങനെ അതൊക്കെ ആലോചിച്ചാൽ മതി. പിന്നെ ഡ്രമാറ്റിക് ബിഹേവിയർ കാണിക്കും, അൺഎബിൾ ടു ഫേസ് ക്രിറ്റിസിസം താങ്ങാൻ പറ്റില്ല, അപ്പം കൊല്ലും. ലാക്ക് ഓഫ് എമ്പതി ഉണ്ടാവില്ല, നമ്മളൊന്ന് പറഞ്ഞു. എക്സ്പ്ലോയിറ്റേറ്റീവ് ബിഹേവിയർ, ബാക്കിയുള്ളവർ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യും. അറോഗൻസ്, പ്രീഓക്കുപേഷൻ വിത്ത് ഫാൻറ്റസീസ് ഓഫ് സക്സസ്, വിജയിച്ചു, പവർ, ഭയങ്കര അധികാരമുണ്ട്, ബ്യൂട്ടി, ബ്രില്യൻസ്, ഐഡിയൽ ലവ്. അടുത്തത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ബോർഡർ ലൈൻ, ആ ഒരു ലൈനിലായിരിക്കും ഉണ്ടാവുക അയാൾ, ഒന്നുകിൽ അങ്ങോട്ട് വീഴും അല്ലെങ്കിൽ ഇങ്ങോട്ട് വീഴും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറും ഇത് തന്നെയാണ്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, മൂഡ്, ബിഹേവിയർ, സെൽഫ് ഇമേജ് ഒക്കെ ഭയങ്കര ഇൻസ്റ്റേബിൾ ആയിരിക്കും. ഇതിൻ്റെ ഏറ്റവും 4 പ്രത്യേകതകളെന്ന് പറയുന്നത് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ്, ഒന്നെങ്കിൽ പൊട്ടൂല. അൺസ്റ്റേബിൾ സെൽഫ് ഇമേജ്, ഞാൻ കൊള്ളാം, ഞാൻ കൊള്ളൂല. അൺസ്റ്റേബിൾ ഇമോഷൻസ്, ഭയങ്കര സങ്കടം, ഭയങ്കര ദേഷ്യം, ഭയങ്കര സന്തോഷം, അങ്ങനെ സ്റ്റേബിലൈസ് ഇല്ലാത്ത ഒരവസ്ഥ. പിന്നെ ഇമ്പൾസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അൺസ്റ്റെബിലിറ്റി തന്നെയാണ്, അതായത് പെട്ടെന്നുള്ളൊരു ആക്ഷൻ. പിന്നെ അതർ സിംറ്റംസ് ഇൻക്ലൂഡ്, മറ്റുള്ള സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ലാക്ക് ഓഫ് കൺട്രോൾ ഓൺ ആങ്കറിൽ കൺട്രോൾ ഉണ്ടാവില്ല, അപ്പോഴാണ് ഇമ്പൾസിറ്റി ഉണ്ടാകുന്നത്. റിക്കറൻറ്റ് സൂയിസൈഡൽ ത്രെഡ്സ് ഓർ ബിഹേവിയർ, അതായത് അൺസ്റ്റേബിൾ ഇമോഷൻസ്, പെട്ടെന്ന് ഭയങ്കര സെഡായാൽ സൂയിസൈഡ്, ഡിപ്രഷൻ അങ്ങ് പോയി. അൺസർട്ടനിറ്റി അബൌട്ട് പേഴ്സണൽ ഐഡൻറ്റിറ്റി, സ്വന്തം ഐഡൻറ്റിറ്റിയെ പറ്റിയിട്ട് ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഉറച്ചു നിൽക്കൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചടിക്കൊണ്ടിരിക്കും. ഇവരെപ്പോഴും ഒറ്റപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവർ ആക്ടിങ് ഔട്ട് ഓഫ് ഫീലിംഗ്, ഇമോഷൻസിൻ്റെ പോയത് അങ്ങ് ആക്ട് ചെയ്യും. ഇത് വെർബലൈസ് ചെയ്യത്തൊന്നും അല്ല ചെയ്യുക, നേരെ അങ്ങ് ആക്ഷനിലേക്ക് പോകും. ഇനി ഇൻ്റർവെൻഷൻസ്, ഫസ്റ്റ് ഒബ്സർവ് ദി പേഷ്യൻറ്റ്, അതായത് തുറച്ച് നോക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കണം എന്നല്ല, ഒബ്സർവ് ചെയ്യുക. ഓക്കെ, പേഷ്യൻ്റ് ആരും തോന്നാൻ പാടില്ല അവരെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പിന്നെ ഒരു പേഷ്യൻ്റായിട്ട് ഒരു വെർബൽ കോൺട്രാക്റ്റിൽ എത്തുക, അതായത് സെൽഫ് മ്യൂട്ടിലേഷൻ ഐഡിയാസ് വരുന്ന ടൈമിൽ സ്റ്റാഫ് നഴ്സിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് സെൽഫ് മ്യൂട്ടിലേഷൻ ഐഡിയ എന്ന് വെച്ചാൽ, നമുക്ക് സ്വന്തമായിട്ട് രൂപം നമ്മുടെ ദേഹത്ത് തന്നെ വികൃതമാക്കാൻ തോന്നുമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വൂണ്ട് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കുമെങ്കിൽ, അതാണ് സെൽഫ് മ്യൂട്ടിലേഷൻ ഐഡിയാസ്, തോട്ട്സ്. ഓക്കെ, അപ്പോൾ ഈ സെൽഫ് മ്യൂട്ടിലേഷൻ തോട്ട്സ് ഐഡിയാസ് വന്നാൽ ആദ്യം ആ പേഷ്യൻറ്റിനെ നമ്മൾ കെയർ ചെയ്യണം, അതായത് പേഷ്യൻ്റ് ആ വൂണ്ടിനെ കെയർ ചെയ്യണം. പിന്നെ ഇതിന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല ഇത്തരം ബിഹേവിയേഴ്സിന്, കാരണം ഇല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു സ്റ്റാഫിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, കാരണം പേഷ്യൻറ്റിന് ഡിപ്പെൻഡൻ്റ് ആവാൻ പാടില്ല അവരോട്. പിന്നെ എൻകറേജ് പേഷ്യൻറ്റ് ടു ടോക്ക് അബൌട്ട് ഫീലിങ്സ് ഹാവിങ് ജസ്റ്റ് പ്രയർ ടു ദിസ് ബിഹേവിയർ, അതായത് സെൽഫ് മ്യൂട്ടിലേഷൻ ബിഹേവിയേഴ്സോ അല്ലെങ്കിൽ ഇത്തരം ബിഹേവിയേഴ്സൊക്കെ തോന്നുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് തോന്നുന്നത്, എന്ത് തോട്ടാണ് മനസ്സിലേക്ക് വരുന്നതെന്ന് ആലോചിക്കുക. പിന്നെ പേഷ്യൻറ്റിന് ഇതിനൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിന് ഒരു റോൾ മോഡലായിട്ട് നിങ്ങൾ നിൽക്കണം. പിന്നെ
ഓരോ ബിഹേവിയേഴ്സിനും ഒരു ലിമിറ്റ് വെക്കുക. അതായത് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ലിമിറ്റ് വെക്കുക. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വെക്കുക. അടുത്തത് ആൻഷ്യസ് അല്ലെങ്കിൽ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഭയങ്കര ആൻസൈറ്റി ഉണ്ടാകും. ഈ ഒരു ആൻസൈറ്റി കാരണം അവോയ്ഡ് ചെയ്യും. അപ്പോഴേ ആൻഷ്യസ് അല്ലെങ്കിൽ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ വിളിക്കും. അപ്പോഴേ ഇതിൽ പേഷ്യന് ഭയങ്കര ഇനാഡിക്വസി ആയിട്ട് തോന്നും. അതായത് തൻ്റെ കയ്യിലൊന്നുമില്ല അല്ലെങ്കിൽ താൻ ഇൻകംപ്ലീറ്റ് ആണെന്നുള്ള ഫീല് പേഷ്യന് ഉണ്ടാകും. പിന്നെ പേഷ്യന് ഭയങ്കരമായിട്ട് സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാകും. പിന്നെ സോഷ്യൽ വിഡ്രോവൽ കാണിക്കും. സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും ഒക്കെ ഭയങ്കര ലോ ആയിരിക്കും. മറ്റുള്ളവരുടെ സജസ്റ്റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിറ്റിസിസം ഒക്കെ ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ട് എടുക്കും. ഭയങ്കര ഫീലായി പോകും. പിന്നെ ഇതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എപ്പോഴും പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാകും. പേഷ്യന് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും. മറ്റുള്ളവർ തൻ്റെ കാര്യം താൻ ചെയ്യുന്ന ഒരു കാര്യത്തെ ക്രിറ്റിസൈസ് ചെയ്യോ എന്തെങ്കിലും ഡിസപ്രൂവ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ എന്നുള്ള പേടി ഉണ്ടാകും. അല്ലെങ്കിൽ ഇത് ചെയ്തേക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ആദ്യം തന്നെ വിചാരിക്കും ഇതവരെ ക്രിറ്റിസൈസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോയാൽ ഞാൻ ഈ ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുത്ത് അവരെ ക്രിറ്റിസൈസ് ചെയ്യും, അവർ എന്നെ റിജക്റ്റ് ചെയ്യുന്നുള്ള ഭയങ്കരമായിട്ട് പേടി ഉണ്ടാവും. പിന്നെ അൺവില്ലിങ് ടു ഇൻവോൾവ് വിത്ത് പീപ്പിൾ. മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. കാരണം അവർ തന്നെ ക്രിറ്റിസൈസ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ എന്നുള്ള അതേ സെയിം പേടി തന്നെ. അടുത്തത് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. പേര് തന്നെയുണ്ട്, ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എക്സ്ട്രീംലി ഡിപ്പെൻഡൻറ്റ്. ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. നമുക്ക് തോന്നിയാലും ഇത് ശരിയല്ലാന്ന് തോന്നിയാൽ പോലും നമ്മൾ അയാൾ വിട്ടുപോകാനൊക്കെ വേണ്ടി ചെയ്തു കൊടുക്കും. നമ്മുടെ ലൈഫിലെ ഏറ്റവും കുഞ്ഞൊരു കാര്യം പോലും ചെയ്യേണ്ടെങ്കിൽ ഒരുപാട് റീഅഷ്വറൻസ് ഒക്കെ ആവശ്യമുണ്ടാകും. അയാൾ പറയുന്നതും ഇങ്ങനെയൊക്കെ ക്രിറ്റിസിസത്തോട് ഭയങ്കരമായിട്ട് പേടി ഉണ്ടാകും. പിന്നെ സബോർഡിനേറ്റീവ് സബ്മിസീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. പിന്നെ ഒരാളോട് ഒരു റീസണബിൾ ഡിമാൻഡ് പോലും പറയാൻ വേണ്ടി അൺവില്ലിങ് ആയിരിക്കും. പിന്നെ ലോ സെൽഫ് എസ്റ്റീമും ലോ സെൽഫ് കോൺഫിഡൻസും ഒക്കെ ആയിരിക്കും ഇത്തരം ആൾക്കാർക്ക്. അടുത്തത് എൻകാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത്തരം ആൾക്കാർ ഭയങ്കര പെർഫെക്ഷനിസം ആഗ്രഹിക്കും, ഭയങ്കര കോഷ്യസ് ആയിരിക്കും. ഇവർക്ക് ഓരോ കാര്യം ചെയ്യാനും പെർട്ടിക്കുലർ ലോസ്, നോംസ്, റൂൾസ്, ഷെഡ്യൂൾസ്, പാറ്റേൺസ്, ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ അവർ വിചാരിക്കുന്ന കാര്യമൊക്കെ നടക്കണം. പിന്നെ മറ്റുള്ളവരും അതേ സാധനം ഫോളോ ചെയ്യണം. ഇത്തരം ഒരു ടാസ്ക് കംപ്ലീഷനെ ഇത് ഡിലേ ആകും. കാരണം ഇങ്ങനെ ഓരോ റൂൾസ് നോക്കി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഈ ടാസ്ക് കംപ്ലീഷൻ നെഗറ്റീവായിട്ട്. പിന്നെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് ആഗ്രഹം കാണും. അതുകൊണ്ട് തന്നെയാണ് ഈ പെർഫെക്ഷനിസം അത്ര ആക്കുന്നത്. ഭയങ്കരമായിട്ട് ഹോപ്പിംഗ് ഫോർ പെർഫെക്ഷനിസം. പിന്നെ ഈ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പ്ലഷേഴ്സും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ അവോയ്ഡ് ചെയ്യും. റിജിഡ് സ്റ്റബോൺ ആയിരിക്കും. അതായത് അവർ സെറ്റ് ചെയ്ത ആ ലോസ് റൂൾസ് ഒന്നും ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറായിരിക്കില്ല. ഇൻഫ്ലെക്സിബിൾ, അതായത് ഒരിക്കലും ഫ്ലെക്സ് ആവത്തില്ല. അടുത്തത് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആണ്. ഇവിടെ മെഡിക്കേഷൻ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അഥവാ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വല്ല മെൻ്റൽ ഇൽനെസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്, ഡിപ്രഷൻ, സൈക്കോസിസ് പോലുള്ളത് തന്നെയാണെങ്കിൽ മെഡിക്കേഷൻ ചില റോൾസ് ഒക്കെ പ്ലേ ചെയ്യും. പിന്നെ ഗ്രൂപ്പ് തെറാപ്പി, ഇൻഡിവിജ്വൽ തെറാപ്പി, കമ്മ്യൂണിറ്റി ബിഹേവിയർ തെറാപ്പി ഒക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അടുത്തതാണ് നമ്മുടെ ഓരോന്നായിട്ട് നോക്കാം. ഗ്രൂപ്പ് തെറാപ്പി ആണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, മറ്റുള്ളവരെ എങ്ങനെയാണ് കോപ്പ് ചെയ്യുന്നത് ഇത്തരം സിറ്റുവേഷനോട്, മറ്റുള്ളവരായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഒക്യുപ്പേഷണൽ തെറാപ്പിയാണ്. സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കും. അതായത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കുറേ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഫംഗ്ഷനിങ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റെക്രിയേഷണൽ തെറാപ്പി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വെന്റിലേഷനോ ഫീലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് ഗൈഡൻസ് ചെയ്യണം. കാരണം കൺസ്ട്രക്റ്റീവ് ലെവൽ ഓഫ് കോപ്പിംഗ് വിത്ത് ആങ്കർ ആണ്. പിന്നെ മെഡിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഇനി നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ആദ്യം തന്നെ ഈ ഒരു ബിഹേവിയറിനെ പേഷ്യൻറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിനോട് പേഷ്യൻ്റെ ഒരു ആക്സെപ്റ്റൻസ് നോക്കുക. അടുത്തത് പേഷ്യൻറ്റിന് ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, പ്രത്യേകിച്ച് സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കോൺസിക്വൻസസ് പറഞ്ഞു കൊടുക്കുക. പിന്നെ യൂണിറ്റിൻ്റെ റൂൾസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അത് ഫോളോ ചെയ്യാൻ വേണ്ടി എൻഫോഴ്സ് ചെയ്യുക, പേഷ്യൻറ്റിനോട് കമ്പൽ ചെയ്യുക അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പേഷ്യൻറ്റിനെ സ്വന്തം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ പേഷ്യൻറ്റിന് ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനും ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും പേഷ്യൻറ്റുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുക. പേഷ്യൻറ്റിന് എക്സെപ്ഷൻസ് കൊടുക്കാതിരിക്കുക, പേഷ്യൻറ്റിനോട് ഫേവറേറ്റിസം കാണിക്കാതിരിക്കുക. ആ പേഷ്യൻറ്റിനെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് അവനെ വിട്ടേക്കുന്നുള്ളൊരു ചിന്ത മാറ്റണം. പിന്നെ പേഷ്യൻറ്റിനെ സ്വന്തം ഫീലിങ്സ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യിക്കുക. പിന്നെ ഇത്തരം ഒരു ആക്ടിങ് ഓൺ ഫീലിങ്സ് ഇല്ലേ, നമ്മുടെ ആക്ട് ഔട്ട് ഓഫ് ഫീലിങ്സ്, അതായത് ഫീലിങ്സിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ മുമ്പിലുണ്ടാകുന്ന ഒരു ചിന്തകളൊക്കെ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുക പേഷ്യൻറ്റുമായിട്ട്. മോശമായിട്ടുള്ള ബിഹേവിയർ മാറ്റാൻ വേണ്ടി പേഷ്യൻ്റ് എഫേർട്ട് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻ്റ് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകണം. പിന്നെ പേഷ്യനോട് ക്ലിയർ ആയിട്ട് സ്പീക്ക് ചെയ്യുക. പേഷ്യൻ്റെ മെഡിക്കേഷൻ മോണിറ്റർ ചെയ്യണം. പിന്നെ പേഷ്യൻറ്റിനെ ഈ യൂണിറ്റ് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യിക്കുക.
പിന്നെ എന്തെങ്കിലും സൂയിസൈഡൽ തിങ്കിങ് ഉണ്ടോ എന്ന് അസസ് ചെയ്യുക. പിന്നെ പേഷ്യൻറ്റുമായിട്ട് നോ ഹാം കോൺട്രാക്ട് സൈൻ ചെയ്യുക. അതായത് ഈ ഒരു ഇതിൽ നിന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യത്തില്ല എന്നുള്ളൊരു കോൺട്രാക്ട്, അത് വേർബലായിരിക്കാം റിട്ടേൺ അത് പേഷ്യൻറ്റിന് ഒരു ചിന്ത ഉണ്ടാക്കും. അതായത് സൂയിസൈഡ് ചെയ്യാനുള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ ഒരു ചിന്തിക്കാൻ കാരണമാകുന്നുണ്ട് ഇത്. പിന്നെ ഇനി പേഷ്യൻറ്റിൻ്റെ പണ്ടത്തെ ബിഹേവിയർ എങ്ങനെ മറ്റുള്ളവരെ എഫക്റ്റ് ചെയ്തു എന്ന് പേഷ്യൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പിന്നെ അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യുക. സോ ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ ബൈ. താങ്ക് യു.